നമസ്കാരം മലയാളി. നമസ്കാരം. കർക്കടകം ആഘോഷിക്കുകയാണ്. വർഷാപ്പ് കയറ്റിയതാണ്. എല്ലാ കാറുകളും ബൈക്കുകളൊക്കെ നമ്മൾ കയറ്റില്ല. കൊല്ലത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറ്റും. അതുകൊണ്ട് ശരീരം ഒന്ന് കയറ്റിയത് ഇതുണ്ടെങ്കിലേ ഉള്ളൂ മക്കളെ എല്ലാ കാര്യവും. അതുകൊണ്ട് ഇതൊന്ന് രാജേഷും രഞ്ജിത്തും എല്ലാം കൂടെ കൂടി ഒന്ന് പൊട്ടിയിട്ട് ലെവലാക്കുക. വിനോട്ടൻ്റെ കർക്കിടകത്തിൻ്റെ ഈ ചികിത്സേൻ്റെ പ്രത്യേകത എന്താ വിനോട്ടെന്ന്? കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമയത്ത് ഈ മഴയും കാര്യങ്ങളും ഇപ്പോൾ അതുവരെയുള്ള നമ്മൾ ഉഷ്ണവും ചൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശരീരം കംപ്ലീറ്റ് ഇങ്ങനെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇളമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എന്ത് സംഭവങ്ങൾ ചെയ്ത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ ആ മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന എല്ലാ പരിക്കുകൾ വരെ ഈ സമയത്തെല്ലാം നമ്മൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നത് ശരീരവും മനസ്സും നമ്മളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന സമയമാണ്. ഇപ്പം നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഒരു കാലമാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര മഞ്ഞമാസമായിരുന്നു. ആ മഞ്ഞമാസം ജോലി ഉണ്ടാവില്ല, കാര്യം ഉണ്ടാവില്ല. ആ സമയത്ത് അടുത്ത സീസണിലേക്ക് ജോലി എടുക്കാൻ വേണ്ടി എനർജി സംഭരിക്കുക, ആരോഗ്യം ഉണ്ടാക്കുക, എല്ലാ രീതിയിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു ഒരുക്കം നടത്തുന്ന കാലമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. എത്ര കാലമായി വിനോദ് ചെയ്യുന്നത് ചികിത്സ? ഞാനിപ്പോൾ ഒരു 10-15-20 കൊല്ലമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ എൻ്റെ ബോഡി ഇങ്ങനെ ആവശ്യമാണ്. ചെയ്യാറായി അതല്ലെങ്കിൽ എന്നെ വിളിച്ച് രാജേഷൊക്കെ ഓർമ്മപ്പെടും. അപ്പോൾ ഞാൻ അതല്ലെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ബോഡി പറയും ടൈമായിട്ടാണ്. പക്ഷേ അതുവരെയുള്ള എല്ലാ കുരുത്തക്കേടും നിർത്തിയിട്ട് ശരീരത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. കാരണം എല്ലാം ഒന്ന് ശുദ്ധീകരിച്ച് എന്താ പറയുക, ചില പാത്രങ്ങളൊക്കെ ക്ലാവ് പിടിച്ച പാത്രങ്ങളൊക്കെ നമ്മൾ മെലിക്ക് തേച്ച് ഭംഗിയാക്കി വെക്കുന്ന വലിയ കുരുത്തക്കേടൊന്നും ഇല്ലല്ലോ പിന്നെന്താ കുരുത്തക്കേട് ഉദ്ദേശിക്കുന്നത്? ഏത് ചെറിയ കുരുത്തക്കേട്, അത് ചെറിയ മദ്യപാനം പോലും അത് ശരീരത്തിന് ചെറിയ ഹാനികരമായ സംഭവം ചെയ്യും. അതൊക്കെ ക്ലീനാക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്. ഇന്നത്തെ ജീവിതം തന്നെ കുരുത്തക്കേടാണ്. കഴിയുന്ന ഭക്ഷണവും കാര്യങ്ങളും അല്ലേ ഇന്നത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളും. പക്ഷേ ഞാൻ അങ്ങനത്തെ രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡിലേക്ക് ഞാനും എൻ്റെ മക്കളും ഭാര്യയൊന്നും പോകാറില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കൊരാഗ്രഹം പോലെ മനുഷ്യനല്ലേ, കൊതി വരൂലേ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഭക്ഷണത്തിൻ്റെ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മളൊരു മിതത്വവും കാര്യങ്ങളും സംഭവങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം ഒന്ന് ശുദ്ധീകരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് മുമ്പേ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഓർമ്മ വരും. തലേന്നിങ്ങനെ തിരിച്ചു വരും.